ഹേ എവ്രി വൺ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ടൈം ടേബിളും മെറ്റീരിയൽസും ഒക്കെ ആയിക്കഴിഞ്ഞാൽ പഠിച്ചു തുടങ്ങാമല്ലോ. ഇപ്പോൾ നമുക്ക് ടെലഗ്രാമിലും യൂട്യൂബ് ചാനലിലും ഒക്കെ നോക്കുകയാണെങ്കിൽ 50 ഡേയ്സ് പ്ലാനർ, 60 ഡേയ്സ് പ്ലാനർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി സ്റ്റഡി പ്ലാനേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കത് ജസ്റ്റ് റെഫർ ചെയ്യാം. ഫോളോ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാം. ഒരാഴ്ച പഠിക്കേണ്ട ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് പഠിച്ചു എന്നത് ടിക്ക് ചെയ്യുന്നത് പോലെ തന്നെ എഴുതി വെച്ചിട്ട് പഠിക്കാൻ പറ്റാത്തതും നോട്ട് ചെയ്യണം. ഓരോ ടോപ്പിക്കും പഠിച്ചു കഴിഞ്ഞ് അതാത് ടോപ്പിക്കിൻ്റെ PYQസും കൂടി ചെയ്ത് നോക്കണം. പിന്നെ അന്നുള്ള കറണ്ട് അഫെയർസ് കൃത്യമായിട്ട് എഴുതി പോകണം. അതുപോലെ കറണ്ട് അഫെയർസ് കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്യുമ്പോൾ ഒത്തിരി സമയം അതിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കേണ്ട കാര്യം വരില്ല. കാരണം ഒരു 15-20 മിനിറ്റ് കൊണ്ട് അന്നുള്ള ടോപ്പിക്സ് ഫിനിഷ് ചെയ്ത് അതപ്പം തന്നെ ഒന്ന് പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിനൊക്കെ മുമ്പ് നമ്മൾ ആ ദിവസം പഠിച്ചത് മാത്രം ഒന്ന് റിവൈസ് ചെയ്തിട്ട് കിടക്കുന്നതും നല്ലതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.